ഫിസിക്കൽ അസോൾട്ട് ഗൈസ്, ഫിസിക്കൽ അസോൾട്ട് എന്തൊക്കെ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫുള്ള് വന്യമായിട്ടുള്ള സംഗതികളാണ് ഗൈസ്. എന്തായാലും വലിയ രീതിയിൽ കണ്ടന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് 2-3 ദിവസമായിട്ടില്ലേ. നെവിനാണ് എല്ലാറ്റിനും കാരണം എന്നാണ് ആൾക്കാർ പറയുന്നത് ഗൈസ്. അനിമോളോട് നെവിൻ കാണിച്ച സംഗതി ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അനിമോളുടെ മേത്ത് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തു. അനിമോള് ഒരു കുപ്പി വെള്ളം അവൻ്റെ മേത്ത് കൂടെ ഒഴിച്ച് അവൻ തിരിച്ച് ചായപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇവളുടെ ബെഡിൽ ഒഴിച്ചു. ഓക്കെ, അതിനിടയിൽ അനിമോള് ഇവനെ മാന്തി എന്നൊക്കെ പറയുന്നു അല്ലേ, മാന്തി. ഷാനവാസിനോട് അവിടെ എന്തോ വീണു. ഷാനവാസിനോട് നെവിൻ കാണിച്ച സംഗതി, ആ പാലിൻ്റെ പാക്കറ്റില്ലേ, അത് മൊത്തം ഇങ്ങനെ ആക്കിയ ഒരു സംഭവമല്ലേ. എന്നിട്ട് അത് പാക്കറ്റ് കൊണ്ട് ഇങ്ങനെ അടിക്കുകയും ചെയ്തു. ഷാനവാസ് ഇത് ചെയ്ത് ആ പാക്കറ്റ് ഇങ്ങനെ പിടിച്ച് പൊരിക്കാനും നോക്കി. അതുണ്ട് ഷാനവാസ് തന്നെ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, ആ കാര്യത്തിൽ ന്യായീകരിക്കാനും പറ്റില്ല. പക്ഷേ ഇവിടെ എല്ലാവരും നെവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ബിഗ് ബോസ് കാലും കയറ്റി വെച്ചിട്ട് സോഫയിൽ ഇരിക്കണ നെവിനെ പിടിച്ച് പരുഷമായ രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ അറിയാം. ഞാൻ ലൈവ് കണ്ടിട്ടില്ലായിരുന്നു, അതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും രാത്രി എപ്പിസോഡ് കാണുമ്പോൾ അറിയാം എന്താണ് അതിൻ്റെ സംഗതികൾ, ഡീറ്റെയിൽസ് എന്നൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ കേസ്, ഇവിടെ ഇപ്പോഴാണ് റോബിൻ്റെ കാര്യമൊക്കെ ആളുകൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേസ്. റോബിനെ പുറത്താക്കിയത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലല്ലേ പുറത്താക്കിയത്. അപ്പോൾ എന്താ സംഭവിച്ചു? പിടിച്ചൊന്നും ഇങ്ങനെ ഉന്തിയതാണ്, അതിനാണ് ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞിട്ട് പുറത്താക്കിയത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെവിനെ പുറത്താക്കേണ്ട ടൈമായി. ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ നെവിനെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കേണ്ട വേറെ ടീംസ് അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേസ്. ഇപ്പോൾ റോബിനെയൊക്കെ പുറത്താക്കിയ സ്ഥിതിക്ക് അതേ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അനിമോളെ പുറത്താക്കണം. അനിമോൾ കടിച്ചില്ലേ, മാന്തിയില്ലേ? അനിമോളല്ല കടിച്ച്, അനിമോൾ മാന്ത് ചെയ്തില്ലേ. അതേപോലെ കടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ അനീഷ്, അങ്ങനെയാണെങ്കിൽ അനീഷിനെയും പുറത്താക്കണം. പിന്നെ പുറത്താക്കേണ്ട അവിടെ വരെ ആദില. അക്ബർ പറഞ്ഞില്ലേ ആദില എന്താ മാന്തിയിട്ടുണ്ടെന്നോ കടിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ച് പുറത്താക്കണം. അപ്പോൾ എത്ര പേരെ പുറത്താക്കും അതറിയാത്ത സംഗതി. ശരിയാണ്, നെവിൻ്റെ ഈഗോയെ നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. അതവനെ ഒരു എന്താ പറയുക, പെണ്ണൻ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഇങ്ങനെ പലരും പറയുന്ന ഒരു സാധനമല്ലേ, ഒരു മാസ്കുലിനിറ്റി അത്ര കാണിക്കാത്ത ആളുകളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാധനമാണ്. വേറൊരു വാക്കുണ്ടല്ലോ അത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പോടി എന്ന് ഷാനവാസ് നെവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചെറുപ്പത്തിൽ മാസ്കുലിനിറ്റി അല്ലാണ്ട് കുറച്ചുകൂടി ഫെമിനിയൻ ആയിട്ടുള്ള ഒരു ടച്ചുള്ള ആ രീതിയിൽ പെരുമാറുന്ന ഒരുത്തനാണ്. അപ്പോൾ അവൻ ചെറുപ്പം തൊട്ട് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, കോർണർ ചെയ്യപ്പെടലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഇൻസൾട്ടൊക്കെ. അപ്പോൾ ഈഗോ ഹേർട്ടായിട്ടുണ്ടായിരിക്കും. ഞാൻ ആ നെവിനെ ന്യായീകരിക്കല്ല കേട്ടോ. ബിഗ് ബോസ് ഹൗസിൽ ഈഗോ ഹേർട്ടാകുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ അറിയണം, മാനേജ് ചെയ്യാൻ അറിയണം. ഷാനവാസ് പൊടി എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് എന്തെങ്കിലും വാണി കൊടുത്തോ ബിഗ് ബോസ്? അതറിയാത്ത അനിമോളും എന്താ പറയുക, അവനെ മാന്തിയത് അല്ലെങ്കിൽ അവൻ്റെ മേലിൽ വെള്ളം ഒഴിച്ചതിന് അനിമോളിന് എന്തെങ്കിലും വാണി കൊടുത്തോ? കൊടുത്തിട്ടുണ്ടോ കേസ്? ലൈവ് കണ്ടവരൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നെവിനെ മാത്രമായിട്ട് പിടിച്ചിങ്ങനെ പൊരിക്കണേൻ്റെ എനിക്കൊരു സംഗതി മനസ്സിലാവുന്നില്ല ഗൈസ്. നെവിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സന്തോഷമാകുമോ എല്ലാവർക്കും? എനിക്കതാ മനസ്സിലാവാത്തത്. എന്തായാലും നെവിന് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ ചെയ്തതിന് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ട്, അവനെ മാത്രം ഇങ്ങനെ ഉണ്ട് ഫോക്കസ് ചെയ്തിട്ട് ആളുകൾ ടാർഗറ്റ് ചെയ്യണ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഗൈസേ, ഞാൻ അത് കാണുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും. എന്തായാലും നല്ല രീതിയിൽ പരുഷമായ രീതിയിൽ വാണിംഗ് കിട്ടിയിട്ടുണ്ട് നെവിന്. പിടിച്ച് പുറത്താക്കുക എന്ന രീതിയിലുള്ള വർത്താനാണ് അവിടെ പറഞ്ഞത്. ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെവിൻ ഇനി എങ്ങനെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ ഇടപെടുന്നു, ബിഗ് ബോസ് ഹൗസിൽ എന്താവും ചെയ്യുന്നു എന്നൊക്കെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നെവിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു കേസേ. അതായത് നെവിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകണമൊക്കെ ഉണ്ടായിരിക്കും, ഈ ആഴ്ച തന്നെ പെട്ടെന്ന് പോകണ്ടായിരിക്കും, പക്ഷേ പോണതിന് മുമ്പ് ഒരാളുടെ അടിമയല്ല, എനിക്ക് പ്രതികരിക്കുള്ളൂ, ഞാൻ പ്രതികരിക്കുമെന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമോ ഒരു പക്ഷേ എവിക്റ്റായി പോകുന്നുള്ള ലെവലിലായിരിക്കുമോ അവൻ ചെയ്യേണ്ടത്? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അവൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇതാണ്, അവൻ നോർമലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് PR ടീംസാണോ അല്ലേ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും അവനെ പിടിച്ച് പുറത്താക്കണം എന്നാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. എന്താ ബിഗ് ബോസ് ഹൗസിലെ ആളുകൾ, പ്രത്യേകിച്ച് അനിമോളൊന്നും സേഫല്ല, അവൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. തിളച്ച ചായ വരെ അവൻ ചിലപ്പോൾ ഈഗോ കയറിയിട്ട് പെട്ടെന്ന് ഒരാളുടെ മുഖത്ത് ഒഴിച്ച് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ. എനിക്ക് അതൊന്നും ലോജിക്കായിട്ട് തോന്നുന്നില്ല ഗൈസ്. എന്തെങ്കിലും പറയണത്? അത് ബിഗ് ബോസ് അവിടെ ഇടപെടൂലേ? ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്താ ബിഗ് ബോസ് മാത്രമല്ല, അവിടെ എത്ര ആൾക്കാർ ഇപ്പോൾ തല്ലുണ്ടായിട്ടുണ്ടെങ്കിൽ പിടിച്ചു മാറ്റാനൊക്കെ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. അവിടെ കണ്ടസ്റ്റൻസും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ BB ടീം ഉണ്ടായിരിക്കുമല്ലോ അവിടെ. അപ്പം അതൊന്നും വലിയ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ്. പിന്നെ ഇതുകൊണ്ട് അനുമോൾക്ക് ഗുണം തന്നെ കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അനുമോൾക്ക് കപ്പടിക്കാനുള്ള നല്ലൊരു സാധ്യത ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കേട്ടോ,
ഇത് ബിഗ് ബോസ് തുടക്കത്തിൽ തന്നെ ഇപ്പം വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ വാണിംഗ് കൊടുത്ത് വിചാരിക്കുക, അല്ലെങ്കിൽ അനുമോൾ വെള്ളം ഒഴിച്ചപ്പോൾ വാണിംഗ് കൊടുത്ത് വിചാരിക്കുക. ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തണം, എന്താണ് നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അനുമോളേനെയും നെവിനെ ഒന്ന് വാൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസേ? അതുപോലെ ഷാനവാസ് അവനെ പൊടിയെന്ന് വിളിച്ച സമയത്ത് അപ്പം തന്നെ ഷാനവാസിനെ ഒന്ന് വാൺ ചെയ്യുകയോ ജെൻഡർ കാർഡ് ഇറക്കരുത് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്, ക്യാരക്ടർ അസാസിനേഷൻ നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ബിഗ് ബോസിന് വേണ്ടത് ഒരു കണ്ടൻറ്റാണ് അല്ലേ? ആളുകൾ ഇത് കാണാനല്ലോ. റേറ്റിംഗ് ഒക്കെ ഭീകരമാണ്. അമ്മോ, എന്താ ഓരോ വീഡിയോനൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഏഷ്യാനെറ്റിൻ്റെ വീഡിയോസിനൊക്കെ താഴെ എത്ര കമൻറ്റുകൾ, എത്ര എൻഗേജ്മെൻറ്റാണ്, വീഡിയോ എൻഗേജ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുക. എത്ര ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. ഭയങ്കര വെറുപ്പോട് കൂടിയിട്ടൊക്കെയാണ് ആളുകൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യണത്. ഇപ്പോൾ ആ രേവതിയിലൊക്കെ കമൻറ്റ് സെക്ഷനൊക്കെ ഓഫ് ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു 37 അല്ലേ? എന്തായാലും ഗൈസ്, നെവിൻ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നെവിൻ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യുക. നെവിന് ടോപ്പ് 5 എത്താനുള്ള നല്ല സാധ്യത ഉണ്ട് ഗൈസ്. നെവിൻ ഇങ്ങനെ പ്രാന്തം പിടിച്ച പോലെയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നെവിൻ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗൈസ്. ഞാൻ നെവിന് കുത്തി വോട്ടൊക്കെ പോവുമോ? നെവിൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് രസമായിട്ട് വരുന്നുണ്ട്. അവൻ ആ ഇൻസൾട്ടിനൊക്കെ അതിജീവിച്ചിട്ട് അവൻ മുന്നേറുന്നുണ്ട് ലെവലിലൊക്കെയാണ് നെവിന് ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പോവുമോ കുറച്ചായിട്ട്?